പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ ദൈവമാതാവ് സഹരക്ഷകയോ അതുപോലെ തന്നെ സ്വർഗീയ മധ്യസ്ഥയോ അല്ല എന്ന് അത് വ്യക്തമാക്കി പറഞ്ഞത് അത് ശരി തന്നെയാണ് എന്ന് ബൈബിളിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. കാരണം ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈബിളിലില്ലാത്ത കത്തോലിക്ക സഭ പഠിപ്പിച്ചിട്ടുമില്ല, പഠിപ്പിക്കത്തതുമില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. എല്ലാവർക്കും സംശയങ്ങളുണ്ടായി. ഇത് മുതലെടുത്തുകൊണ്ട് ഇവിടെ കുറച്ച് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ, പെന്തക്കോസ് വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഇവരെല്ലാം കൂടെ കിടന്നങ്ങ് എന്തോ ഒരു ബഹളവും ആർമാദിക്കുകയാണ്. ഞാൻ അത് പറയുന്നത് ഞാൻ അവരുടെ കുറച്ചൊക്കെ ഞാൻ വായിച്ചു. ചിലരുടെയൊക്കെ ഓൺലൈൻ ന്യൂസ് ഡെയിലിയിൽ കുറച്ച് പേര് സംസ്കാരശൂന്യമായിട്ടൊക്കെ സംസാരിച്ചതൊക്കെ, ചില പാസ്റ്റർമാർ എഴുതിയതൊക്കെ, പാസ്റ്റർമാരെന്നാണ് അവർ സ്വയം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മുടെ ആളുകൾ ഇതെല്ലാം കാണുമ്പോൾ എന്തിനാ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞവരൊന്നും മറുപടി അറിയിക്കുന്നില്ല. നമ്മളതിനെ സാത്താൻ്റെ വശീകരണത്തിൽപ്പെട്ട് അവർ പിഴച്ചു പോകുന്നവരാണ്. അതുകൊണ്ടാണ് അവരിതൊക്കെ പറയുന്നത്. കാരണം അവരുടെ ഉത്ഭവം തന്നെ അങ്ങനെയാണല്ലോ. ദൈവരാജ്യം ശോഷിപ്പിക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അവർക്ക് കിട്ടിയ ഇവരെയൊക്കെയാണ് ഉപയോഗിച്ചത്, ആണ് കിട്ടിയത്. അപ്പം ഞാൻ അവരുടെ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാം. അപ്പോൾ പിന്നെ ആദ്യം കഴിഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ വിഷയം അതൊന്ന് കുറച്ചുകൂടെ പറയാനുണ്ട്. നമ്മൾ വിശുദ്ധ ജപമാലയുടെ കാര്യമാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഉദ്ദിഷ്ടകാര്യ സാധ്യതയ്ക്കും പിന്നെ രോഗസൗഖ്യത്തിനുമൊക്കെ വേണ്ടി മാതാവിൻ്റെ സഹായം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ സഹായം അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അത് സഹായമാണ്. തൻ്റെ തിരുക്കുമാരനോട് അത് അവിടുന്ന് ബോധിപ്പിച്ച്, കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന പോലെ ബോധിപ്പിച്ച് തീർച്ചയായിട്ടും അത് നമുക്ക് സാധിച്ചു തരും. അല്ലാതെ പിതാവായ ദൈവത്തോട് മധ്യസ്ഥം യാചിക്കാൻ അവിടെ നിൽക്കുകയല്ല. യേശുവിൻ്റെ കൂടെ, യേശുവിനെ പോലെ എന്നൊക്കെയുള്ള ധാരണ തെറ്റാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ അമിതമായ ഭക്തി, സ്നേഹ, ഭയ, ബഹുമാനങ്ങൾ, ആദരവുകളെല്ലാം കൂടെ അങ്ങ് കൂടി മൂത്തപ്പോൾ ചിലരുടെ അഭ്യാസങ്ങളെല്ലാം കാണുമ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നും ഇങ്ങനെ ഈ കൂട്ടർക്ക് ആക്ഷേപിക്കാനും ചിരിക്കാനും അനാവശ്യം പറയാനും ഒക്കെ അത് പരിശുദ്ധ മാതാവിനെയും പറയുന്നുണ്ട്. അപ്പം അവരിങ്ങനെയുള്ള, അപ്പോൾ അവർ മറിയാന്നേ പറയത്തുള്ളൂ. ഏത് മറിയാണെന്ന് അവരവരുടെ അമ്മയോ അവരുടെ ഭാര്യമാരെയോ പെങ്ങന്മാർ ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന പോലെ ആയിരിക്കും. അവരുടെ അമ്മയൊക്കെ ചിലപ്പോഴങ്ങനെ ആയിരിക്കും. കാരണം ഇത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ യോഹന്നാന് കാണിച്ചു കൊടുത്ത് എല്ലാവരുടെയും സ്നേഹാദരങ്ങളും ബഹുമാനങ്ങളും എല്ലാം വണക്കവും എല്ലാം കിട്ടണം. അതിനു വേണ്ടിയാണ് അത്. എന്നിട്ട് മാതാവ് ഒരു അതിഭാവുകത്വം നമ്മുടെ മാതാവിൻ്റെ ജീവിതകാലത്തൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഉണ്ടെന്ന് ഭാവിച്ചിട്ടില്ല. മരണശേഷവും അങ്ങനെയാണ്. പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അവർ രക്ഷിക്കപ്പെടുന്നതിന് എങ്ങനെയാണ് തൻ്റെ പുത്രനോട്, അതായത് തൻ്റെ തിരുകുമാരൻ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ യാചിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അപേക്ഷിക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അല്ലാതെ ഒരിടത്തും അങ്ങനെയൊന്നും ഇവർ പറയുന്ന പോലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മറിയ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതൊരു പ്രയാസം തോന്നും.
കാരണം നമ്മൾ ദൈവമാതാവ് തന്നെയാണ്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ നിഷേധിക്കുന്നത്. ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മളല്ല ഇതൊക്കെ പറയുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ ഇളയമ്മയായ എലിസബത്ത് പുണ്യവതിയുടെ അടുത്ത് ചെന്നപ്പോൾ അവരാണ് ഈ കീർത്തനങ്ങളൊക്കെ പാടി സ്തുതിച്ചതും. അതുകൊണ്ട് മാതാവിനെ വിശുദ്ധ എലിസബത്തിനെ സ്തുതിക്കാമെങ്കിൽ നമ്മൾക്കെന്തുകൊണ്ട് അതിനേക്കാളും താഴ്ന്നവരായി നമുക്ക് സ്തുതിച്ചുകൂടാ? പ്രിയ പൊട്ടന്മാർ അല്ലേ, സോറി. അപ്പോൾ ഇവർ വെറും പൊട്ടന്മാരായിട്ട് ഇവർ അഭിനയിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനും? സാത്താനെ തൃപ്തിപ്പെടുത്താൻ, അല്ലാതെ വേറെ ആരെയും തൃപ്തിപ്പെടുത്താനല്ലല്ലോ, ദൈവത്തെ ആരെയും തൃപ്തിപ്പെടുത്താനല്ലല്ലോ. സാത്താനാണല്ലോ ഇവർ ഇങ്ങനെ നയിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളതൊക്കെ കാരണം എല്ലാം അങ്ങനെയാണ്. സാത്താനും അവൻ്റെ ഏജൻറ്റുമാരും കൂടെ, കൂട്ടാളികളും കൂടാണ് ദൈവരാജ്യത്തിൽ നിന്ദിക്കുകയും അവമാനിക്കുകയും അത്രയും പേരെ തട്ടിയെടുക്കുകയും ചെയ്യുക. അവർക്ക് ഇത്രയും പേരെ തട്ടിയെടുത്തു സാത്താൻ. അവരിൽ നിന്നിങ്ങോട്ട് സാത്താൻ്റെ ഈ വികൃതികളെല്ലാം, പേക്കളികളെല്ലാം കളിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ സാത്താൻ്റെ വായിൽ നിന്ന് നല്ലത് വല്ലതും പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അതാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്നതിനോ അപേക്ഷിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പവുമില്ല. നമ്മൾ നമ്മുടെ അമ്മയോടും നമ്മുടെ അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ അപേക്ഷിക്കത്തിൽ നമ്മൾ പറയത്തില്ലേ? അതിന് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ യാചന സ്വരത്തിൽ വലിയ സ്നേഹമായിട്ടൊക്കെ കൊഞ്ചി പറയും. അതൊരു അപേക്ഷ പോലെ അല്ലേ വരുന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു കുഴപ്പവുമില്ല. പിന്നെ നമ്മുടെ വൈദികരെയും മെത്രാന്മാരെയൊക്കെ ഒരുപാട് ആക്ഷേപം ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഒക്കെ പറയുന്നുണ്ട്. അവർ പിന്നെ പറഞ്ഞോട്ടെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അമ്മച്ചിമാരോടും അവരുടെ അപ്പച്ചന്മാരോടും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. അവരുടെ വർത്തമാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ദശാംശവും വാങ്ങിച്ച് കൊഴുത്ത് ഇങ്ങനെ പിന്നെ വലിയ ഡിന്നറുകളും അതുമൊക്കെ കഴിച്ച് ജീവിക്കുന്നവർക്ക്, വിശ്വാസികളുടെ ഉള്ളവരെ, കുറേ പാവപ്പെട്ട ജനങ്ങളെ, അറിവില്ലാത്ത ജനങ്ങളെ ഈ മദ്രസകളിൽ ഈ ഉസ്താദുമാർ പൊട്ടത്തരം പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അതൊക്കെ സാത്താൻ്റെ സഹായം ആവശ്യം പോലെ ഉണ്ട്. സാത്താൻ അവർക്ക് നല്ല സഹായം ഉണ്ടാവും. കാരണം വളരെ വേഗം അവർക്ക് വളരാനും വേഗം നന്നാകാനും എല്ലാം ഭൗതികമായിട്ടുള്ളതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും. കാരണം എങ്ങനെയെങ്കിലും ദൈവരാജ്യം ഇല്ലാതാക്കണമല്ലോ. നമ്മളതിനെ വീഴുന്നില്ല. നമ്മൾ അതോട്ട് പോകാതിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളത് മറ്റുള്ളവരെയും സൂക്ഷിക്കണം. നമ്മുടെ ആളുകളും അങ്ങോട്ടും ഇതിലൊന്നും വശംവദരാകരുത്, ഇവരുടെ വർത്തമാനവും കേട്ടും കൊണ്ട്. കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഞാൻ പറയാം. അപ്പം നരക സാമ്രാജ്യമാണ് നമ്മുടെ നേരെ യുദ്ധത്തിന് വരുന്നത് ഇവരുടെ രൂപത്തിൽ. അപ്പോൾ അതിന് എന്താണ് കത്തോലിക്ക സഭയെ പറ്റി പ്രത്യേകിച്ച് എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്, സ്ഥിരതയുണ്ട്. എന്നും അങ്ങനെ തന്നെ ആദ്യം മുതൽ ഇതുവരേക്കും അങ്ങനെ ആദ്യ നൂറ്റാണ്ട് മുതൽ ആദ്യത്തെ പെന്തക്കോസ്ത ആ ദിവസം പരിശുദ്ധാത്മവർഷമുണ്ടായി സഭ രൂപപ്പെട്ട് പിറന്ന് വീണപ്പോഴും മുതൽ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, 300 വർഷം പോലും തികയാത്ത നിങ്ങളാണ് കിടന്ന് ആർമാദിക്കുന്നത് എന്ന് പറയും. അപ്പം പിന്നെ നല്ലൊരു ഇങ്ങനെ കർത്താവിൻ്റെ തിരുവത്താഴത്തിൻ്റെ അതാണ് തിരുബലിയായിട്ട് ഞങ്ങൾ നടത്തുന്നത്. ആ തിരുബലിയുടെ അതിൻ്റെ എന്തെങ്കിലും അംശം നിങ്ങൾക്കുണ്ടോ? അത് സംശയമാണ്. കാരണം ഞങ്ങളെ ഓസ്തിയെ പറ്റി നിങ്ങൾ ഒരുപാട് പറയുന്നത് കേട്ടു. നിങ്ങൾക്ക് ഈ ഓസ്തിയുടെ വില അറിയണമെങ്കിൽ നിങ്ങളുടെ സാത്താനോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങളുടെ നായകൻ സാത്താനോട് തന്നെ ചോദിച്ചു നോക്കുക. സാത്താൻ്റെ അടുത്ത് നിങ്ങളുടെ തിരുവത്താഴ അപ്പവും മുന്തിരി വെള്ളവും കൊണ്ട് കൊടുത്താൽ സാത്താൻ എന്ത് ചെയ്യും? എടുത്ത് ദൂരെ എറിഞ്ഞ് നിങ്ങളുടെ തലവഴിയെ എടുത്ത് ഒഴിക്കും. അവൻ പിണങ്ങും. അങ്ങനെയാണ്. കാരണം അതേസമയത്ത് കത്തോലിക്ക സഭയിൽ അവൻ പറയും, കത്തോലിക്ക സഭയിലെ പുരോഹിതർ വാഴ്ത്തിയ ഒരു ഓസ്തിയാണ് എനിക്ക് കിട്ടുന്നത്. ഒരു ഓസ്തി കഷ്ണം കിട്ടിയാൽ ഞാൻ നിങ്ങളിൽ പ്രീതിപ്പെടും. അങ്ങനെയാണ് കത്തോലിക്ക സഭയിലെ പ്രീതിക്ക് വേണ്ടി ബ്ലാക്ക് മാസിന്, സാത്താൻ്റെ കുർബാനയ്ക്ക്, അത് കറുത്ത കുർബാനയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് തിരുവോസ്തി മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്.
എന്ന് ഇതൊക്കെ സാധാരണ വരുന്ന വാർത്തകളാണ്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പൊട്ടന്മാരുടെ കൂട്ട് മദ്രസ പൊട്ടന്മാരെന്ന് ചില മുസ്ലിങ്ങളുടെ ചില ഉള്ളൊരു ഈ ഇങ്ങനെ ഇപ്പോഴത്തെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നല്ല ചിലരെ പറയും. നല്ല ഒന്നാന്തരം മനുഷ്യരാണ് അവരുടെ ഇവിടെയുള്ള നല്ല സ്നേഹമുള്ള നല്ല മനുഷ്യർ, നമ്മളെക്കാളുമൊക്കെ നിങ്ങളെക്കാളുമൊക്കെ നല്ല സ്നേഹമുള്ളവർ ഉണ്ട്, ധാരാളമുണ്ട്. അവർക്കൂടെ ചീത്ത പേര് കൽപ്പിക്കുക അങ്ങനെ ഉണ്ട്. അതുപോലെ ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് എത്രയോ നല്ല മനുഷ്യർ, ദൈവഭക്തിയുള്ളവരും ഇത് മനുഷ്യർക്ക് ഉപകാരികളായിട്ടുള്ളത് ദൈവനാമത്തിലെന്നും പറഞ്ഞ് അവർ ഉപകാരം ചെയ്യുന്നു. അവരെ നിങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് നിങ്ങളെ ഈ മദ്രസയിൽ നടക്കുന്ന പോലെ വെച്ചിരിക്കുകയാണ്. എന്നാലും അവരെന്ത് നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അവർക്കൂടെ ചീത്ത പേരുണ്ടാക്കാനായിട്ട് ഈ പാസ്റ്റർമാരെന്നുള്ള പട്ടം അപ്പോൾ ഒരു പേരും കെട്ടി വെച്ചും കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ എന്തു പറയാനാണ്, നിങ്ങളുടെ ഭാഷയിൽ ആ സംസ്കാരത്തിൽ സംസാരിച്ചാൽ ഞാനും അതുപോലെയുള്ള സംസ്കാര ശൂന്യനായി പോകും എന്ന് മറ്റുള്ളവർ വിചാരിക്കത്തില്ലയോ? രണ്ടും എല്ലാം ഒന്നുപോലെതാണെന്ന്. ഈ ഒരേ തൂവൽ പക്ഷികളാണെന്ന് വിചാരിക്കത്തില്ല. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നില്ല. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഈ ജപമാലയുടെ കാര്യത്തിൽ നമ്മൾ ചൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല, ജപമാല ചൊല്ലണം. അതിൽ ചില തെറ്റുകളുണ്ട്. ഞാൻ ഒരു വർഷത്തിന് മുൻപ് വീഡിയോ 1-2 ഭാഗങ്ങൾ ചെയ്തിരുന്നു. നമ്മൾ ജപമാലയിൽ ഈ ഇവരാക്ഷേപിക്കുന്ന ഒരു കാര്യവുമില്ല. നമ്മൾ കർത്താവിൻ്റെ തിരുപ്പിറവിയെ അറിയിച്ചും കൊണ്ട് പരിശുദ്ധ മാതാവിനോടുള്ള അനുവാദം ചോദിക്കുമ്പോൾ, സമ്മതം ചോദിക്കുമ്പോൾ തന്നെ മനസ്സമ്മതം ചോദിക്കുകയാണ്. അപ്പോഴുണ്ട് അതുമുതൽ തിരുസഭ പിറന്നു വീണ പെന്തക്കോസ്ത് ദിവസം വരെ ഉള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ബൈബിളിലുള്ള സംഭവങ്ങൾ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് മാതാവിനോട് ചേർന്ന് വിശുദ്ധ ദൈവമാതാവിനെയും കൂടെ ചേർന്ന് വിളിച്ച് നമ്മൾ അതുകൂടെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ യാചനകളും അപേക്ഷകളുമൊക്കെ സമർപ്പിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവിനോട് കൂടി. കാരണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ അപേക്ഷകൾ സ്വർഗം കേൾക്കാതിരിക്കത്തില്ല. കാരണം ഇത്രയും പോലുള്ളൊരു മഹതി വേറെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ പിണങ്ങിപ്പോയ അവരുടെ വലിയ ആളുകളായ കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമാർ റിട്ടയർ ചെയ്ത 2 പേരുടെ കാര്യം 2 വർഷം മുൻപ് കത്തോലിക്ക സഭയിലോട്ട് വന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആവർത്തിക്കണ്ടല്ലോ. അപ്പോൾ ഈ എല്ലാ വിശുദ്ധരും ഇതുപോലെ തന്നെ യോഗ്യരാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തു യേശുവിൽ ജനിച്ചു, ക്രിസ്തുവിൽ വളർന്നു, ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ സ്വർഗത്തിൽ ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥന അവർക്ക് ദൈവത്തെ സ്തുതിച്ച് അനുഭവിക്കുക, ആനന്ദിക്കുക, സന്തോഷിക്കുകയാണ് അവരുടെ കർത്തവ്യം. അവിടെ ജോലി അതാണ്, അവരതാണ് ചെയ്യുന്നത്, അവർക്കതാണ് ആനന്ദം. അടിച്ചേൽപ്പിക്കുന്നതൊന്നും എല്ലാവരും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. എനിക്കിപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ ആണ്. ഒരുപാട് വിവരിച്ചാണ് ഇതിന് മുമ്പുള്ള 2 വീഡിയോകളും ചെയ്തത്. കാരണം സാധാരണ ഒന്നും അറിയാത്തവർക്കും കൂടി ഇത് മനസ്സിലാകണമല്ലോ, നിങ്ങളെപ്പോലുള്ളവർക്കും എന്നൊക്കെ കരുതിയാണ്. പെന്തക്കോസ്ത് സഹോദരങ്ങളെ, പ്രോട്ടസ്റ്റന്റ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. പിന്നെ ഞങ്ങളെ ആളുകളോടും. അപ്പം ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചേർന്ന് ചൊല്ലുകയാണ്. ഇതിൽ ഒന്ന് പറയാനുണ്ട്. നമ്മൾ ചൊല്ലുമ്പോൾ കൃപ നിറഞ്ഞ മറിയം, ചിലർ നന്മ നിറഞ്ഞ മറിയം എന്ന് പറയും. ലത്തീൻ റീത്തിലും മലബാർ റീത്തിലും അസിറോ മലബാർ റീത്തിലുമൊക്കെ നന്മ നിറഞ്ഞ മറിയമാണ് പറയുന്നത്. നന്മ നിറഞ്ഞ മറിയം എന്ന് പറയുന്നത് പൊട്ടത്തെറ്റ് തന്നെയാണ്. കാരണം നന്മ നിറഞ്ഞവൻ ഒരുത്തനേ ഉള്ളൂ, ദൈവമേ ഉള്ളൂ. കത്തോലിക്ക സഭയിൽ വന്ന തെറ്റുകളാണ്. ഞാനിതിന് 1 വർഷത്തിന് മുമ്പ് അത് 2 എപ്പിസോഡായിട്ട് ഇതൊക്കെ കാര്യങ്ങൾ വളരെ വിശദീകരിച്ചിട്ട് ആര് കേൾക്കാനാണ്. നമ്മളൊരു സാധാരണപ്പെട്ടവൻ പറയുമ്പോൾ അവർക്കാർക്കും കേൾക്കണ്ടല്ലോ. അതൊക്കെ ബഹുമാനപ്പെട്ട വൈദികരോ അഭിവദ്യ പിതാക്കന്മാരോ പറയുമ്പോഴേ അവർ ശ്രദ്ധിക്കത്തുള്ളൂ. ഞങ്ങളുടെ ഞങ്ങളുടെ ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്.
വലിപ്പ ചെറുപ്പമൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണക്കാർ പറയുമ്പോഴെങ്ങനെ എന്തിനാണെന്നുള്ള രീതിയിൽ ഞാനത് തീർത്തും പറഞ്ഞു. നമ്മൾ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് മൂത്ത് വരുന്നിടം വരെ അതിൻ്റെ ആ ലഹരി മൂത്ത് വരുന്ന ഇതുവരെയും കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും കൃപ നിറഞ്ഞ പറയും നിനക്ക് സ്വസ്തി എന്ന് പറയും, സമാധാനമെന്ന് ആരും പറയത്തില്ല. ഇതെല്ലാം മൂത്തിങ്ങനെ വന്നപ്പോൾ അവിടെ പിതാക്കന്മാർ പോലും സമാധാനമെന്ന് പറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം ആരും സമാധാനമൊന്നല്ല സ്വസ്തി, കൃപ നിറഞ്ഞ പറയുമേ സ്വസ്തി എന്നേ പറയത്തുള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉള്ളവരും സാധാരണക്കാരും എല്ലാം അങ്ങ് സമാധാനം മാതാവിനോടും വിശുദ്ധരോടുമൊക്കെ സമാധാനം പറയാൻ നമ്മളാരാ, സ്വർഗം പോലും പറഞ്ഞില്ല. ഗബ്രിയേൽ ദേവദൂതൻ പോലും സമാധാനമല്ല പറഞ്ഞത്, സ്വസ്തിയാണ് പറഞ്ഞത്. അതെന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഡിവൈനിൽ 98 തോന്നും സുപ്രീം കോർട്ട് അന്നത്തെ ജഡ്ജി കുര്യൻ ജോസഫ് സാറ് റിട്ടയർ ചെയ്ത് അദ്ദേഹം അവിടെ അന്ന് റിട്ടയർ ചെയ്തിട്ടില്ല. അദ്ദേഹം ഇതിനവിടെ അരമണിക്കൂർ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഞാനന്ന് അവിടെ ഉള്ളപ്പോൾ പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഡയറക്ടറെ ലോങ്കാട്ടച്ചൻ മാത്യു ലോങ്കാട്ടച്ചൻ തന്നെ ചോദിക്കുന്നു, ഈ സ്വസ്തി അദ്ദേഹം പറഞ്ഞു സ്വസ്തി എന്നേ പറയാവൂ, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നേ പറയാവൂന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയാം അതെന്തുവാ കൃപ നിറഞ്ഞ മറിയം, നന്മ നിറഞ്ഞ മറിയം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ അർത്ഥം അതെന്താ, ഇത് എന്തെങ്കിലും ആയിക്കോ. അച്ഛൻ പറയുവാണ് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞിട്ട് പോയി. എനിക്കത് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ അത്രയും വലിയ അതിൻ്റെ ആ ഒരു ധ്യാനകരത്തിൻ്റെ ഡയറക്ടർക്ക് മനസ്സിലായിട്ടില്ലെന്ന്. അപ്പം മലബാർ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം അതാണ്, അന്ധമായിട്ട് ലത്തീനീകരണം നടത്തി അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലത്തീൻകാരും എന്തുവാ ചെയ്യുന്നത്, ഈ എവിടുന്ന് കിട്ടിയതാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നുമില്ല. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ആണ് പറയുക. ഗ്രേസിൽ നന്മ നിറഞ്ഞതെന്ന് പറയാം, അത് ഗുഡ്നെസ്സാണ് നന്മ നിറഞ്ഞത്. അവിടെ ദൈവമല്ലാതെ വേറെ ആരുമില്ല, അവിടെ കൃപയാണ് ദൈവത്തിൽ നിന്ന് പിന്നെ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൃപയാണ് നിറയുന്നത്. നന്മ മാതാവിൽ നന്മയുണ്ട്, അതെല്ലാ മനുഷ്യരിലുണ്ട്, വിശുദ്ധരിലുണ്ട്. മാതാവിൽ അത് വളരെ കൂടുതലുണ്ട്. പക്ഷെ നിറഞ്ഞു തുളുമ്പുന്നതും അത് നിറയുന്ന അതിൻ്റെ ഉറവിടവും എല്ലാം ദൈവമാണ്. ഈ ഒരു തെറ്റുകളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ തിരുത്തണം ദൈവം. ഇതിപ്പം കാരണം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുന്നല്ലോ, അതുകൊണ്ടുള്ള തിരുത്താണ്. നമ്മുടെ അഭിവന്ധ്യ പിതാക്കന്മാരും നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാവുന്ന മാറ്റി പിടിക്കണേ ദയവ് ചെയ്ത്. മറ്റുള്ളവരുടെ ആക്ഷേപത്തിന് വഴി വയ്ക്കല്ലേ നിങ്ങൾ. ഈ ഞാൻ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ വേറൊരാൾ എന്നെപ്പറ്റി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ സുപ്രീം കോടതി ജഡ്ജി ഇരുന്ന കുര്യൻ ജോസഫ് സാറ് പറഞ്ഞപ്പോഴും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. അപ്പം ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ ഒന്നും വേണ്ടിയില്ല. കാരണം എന്തിനാ ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കിടന്ന് പറഞ്ഞ് ആരെങ്കിലും പിതാക്കന്മാരോ ആരെങ്കിലും എന്തെങ്കിലും ബോധോദയം ഉണ്ടായി അത് തിരുത്തട്ടെ. ഞാൻ അങ്ങനെ പിതാക്കന്മാരെ പറയാൻ പാടില്ല, ബോധോദയം ഉണ്ടായെന്നല്ല അവർ ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഇമ്പിരിമാത്തിനും നമ്മുടെ പിതാക്കന്മാർ കൊടുക്കുന്നു ചില പുസ്തകങ്ങൾക്ക്, പക്ഷേ അത് അവരാരും വായിച്ച് നോക്കിയിട്ടുമല്ല. അതിന് ഏർപ്പാട് ചെയ്തിരിക്കുന്നവരോട്ട് വായിക്കത്തുമില്ല. ഞാൻ ഒരിക്കൽ ഒരു ബഹുമാനപ്പെട്ട അച്ഛനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ചുമതലയുള്ള അരമനയിലുള്ള പള്ളി പറഞ്ഞു, എനിക്കിതിനാണെന്നോ സമയം, ഞാനിതിനെ ചെയ്യുന്നു, സാറ് ഇവിടെ ഇരിക്കുന്നു, ഞാൻ വൈകിട്ട് 4 മണിയോട് കൂടി എത്താൻ, പിന്നെ പോയാൽ മതി, അപ്പോൾ ഇതൊക്കെ ഇരുന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതല്ലല്ലോ ജോലി, ഞാനത് ആ ജോലിയല്ല ഞാൻ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഏൽപ്പിക്കുന്നവരായാലും അതൊന്നും കാര്യമാകാതെ അവർക്ക് 100 കൂട്ടം പണികൾ വേറെ കൊടുക്കും, അതും ചെയ്യും ഇതും ചെയ്യും. അപ്പോൾ ഇതങ്ങ് ഇത് കളയാനാണ് എളുപ്പം, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് താല്പര്യം തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അപ്പോൾ ഇതൊക്കെ ഇമ്പിരിമാത്തൂർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടല്ല കൊടുക്കുന്നത്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തിയാണ്. ഞാൻ ഈ സ്വസ്തിയുടെ കാര്യം ഒന്നും കൂടെ പറയാം. വിശുദ്ധ ലൂക്കായ ഒന്നും അറിയാൻ വയ്യാത്ത നിരക്ഷര കക്ഷിയല്ലായിരുന്നു, അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അതിൻ്റെ സ്വസ്തിയും സമാധാനം തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് അറിയാം. ബാക്കിയുള്ളടത്തെല്ലാം സമാധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ക്രിസ്തു ഇങ്ങോട്ടാണ് ഉയർന്നവർ, നമ്മളല്ലല്ലോ ഉയർന്നത്. നമ്മൾ തമ്മിലുള്ള ഒരേ ലെവലിലുള്ളവർ തമ്മിലാണ് സ്വസ്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ ബൈബിൾ വാക്കുകൾ അത് പഠിച്ചവർക്കറിയാം. ഞാൻ അത് കൂടുതൽ വിവരിക്കുന്നില്ല. ഞാൻ വിവരിച്ചിട്ടുണ്ട് മുൻപ്, 1-2 വീഡിയോ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ 1 വർഷത്തിന് മുൻപ്. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൽ ഇതുപോലെ തന്നെ
ഈ വാക്കുണ്ട്. മത്തായി ഇത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വസ്തിന്ന് ആരെയാ? ബാക്കിയുള്ള എല്ലായിടത്തും സമാധാനമാണ്. ക്രിസ്തുവിനോട് യൂദാസ് യേശുവിനെ ചുംബിക്കാൻ പോകുന്നു. ഞാൻ സ്വസ്തി പറഞ്ഞ് ചുംബിക്കുന്ന ആളാണ് നിങ്ങൾ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു പോകുന്നു. അത് കേട്ടോ, നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ സ്വസ്തി പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഗുരുവേ സ്വസ്തി എന്ന് പറഞ്ഞ് ചുംബിക്കുകയാണ്. അപ്പം മറ്റുള്ളവരോടൊക്കെ എന്താ പിന്നെ സമാധാനം? മറ്റുള്ളവരല്ലേ കർത്താവും പറയുന്നത്, അവരോടുമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സ്വസ്തി പറഞ്ഞ സ്വർഗത്തിൻ്റെ പ്രത്യേകമായിട്ട് ഏറ്റവും ഉയർന്ന അധികാരികൾക്ക് ഉള്ളതാണ്. നമ്മൾ അധികാരികൾ തമ്മിൽ, ഇപ്പോൾ രാജാക്കന്മാർ തമ്മിലാകുമ്പോൾ തന്നെ സ്വസ്തിയാകാം. ഇത് മറ്റൊരു സ്വസ്തി നമ്മളും ചെന്ന് അതുപോലെ തന്നെ പറയണം. അതായത് നമ്മളവിടെ ചെന്ന് സമാധാനമാണ് എന്നോട് അല്ലെങ്കിൽ അത്യുന്നതരായ സ്ഥാനത്ത്, അധികാര സ്ഥാനത്തുള്ളത് പറയുന്നത് അതുപോലെ ഉള്ളു കേട്ടോ. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം എലിസബത്ത് മാതാവിനെ സ്തുതിച്ചതാണ്. പിന്നെ ബാക്കിയുള്ള സഭ പഠിപ്പിച്ച വിശുദ്ധമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാപികളല്ലെന്ന് പൗലോസ്ലീഹ പലയിടത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. പാപികളെന്ന് ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടവരിൽ പാവമല്ല വിശുദ്ധ യോഹന്നാനും പറയുന്നുണ്ട്. അപ്പം പിന്നെ പാപിയല്ല കേട്ടോ. ഈ വലിയ തെറ്റുകളും കൂടെ തിരുത്തണം. പണ്ട് വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തണമല്ലോ, എല്ലാം തിരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ തിരുത്തി നമ്മൾ ഭാവികളല്ല. പിന്നെ എന്തും അവിടെ പറയേണ്ടതെന്നിരുന്ന് നക്ഷത്രം എണ്ണണ്ട. അത് മാതാവ് നമ്മുടെ മാതാവാണ്, നമ്മുടെ അമ്മയാണ്. അപ്പം മക്കളായ അമ്മയുടെ മക്കളാണ് നമ്മൾ. അപ്പോൾ അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിന്നെ അവിടെ കൊണ്ട് തിരുത്ത് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോഴും ഇങ്ങോട്ട് ഞാൻ പറയുന്നത് പിതാക്കന്മാരെയും കൂടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരും കൂടി ഇങ്ങനെ പറയുന്നു. അത് കേട്ടുകൊണ്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ഇപ്പോഴും എപ്പോഴും അപ്പോഴും മരണസമയത്ത് ഇങ്ങനെയൊക്കെ 5-6 ദിവസം അപ്പോഴും ഇപ്പോഴും ഒന്നും പറഞ്ഞ് അതിനെ ഒരു റിസമാറ്റിക്കായിട്ടൊന്നും കൊണ്ടുവരേണ്ട. അത് വൃത്തികേട് കേൾക്കുന്നതിനും അർത്ഥം അറിയാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് അത് പറഞ്ഞ് അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ലുത്തിനിയെ ചൊല്ലുമ്പോഴും ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാണിക്കയായി ഞങ്ങളെ പ്രാർത്ഥന സമർപ്പിക്കാൻ വിശുദ്ധരോട് പറയാം. നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടെ കാണിക്കയായിട്ട് സമർപ്പിക്കണമെന്ന് പരിശുദ്ധ ദൈവമാതാവിനോടല്ല, അതൊക്കെ മാതാവിൻ്റെ പാദത്തിങ്കൽ സമർപ്പിക്കുക. അതൊക്കെ തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഞങ്ങൾ ഈ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഈ പ്രാർത്ഥനയും കൂടെ ചേർത്ത് നിങ്ങൾ അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ ഇങ്ങനെ തിരുത്തുകളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട്. അത് സഭയിൽ നിന്ന് അഭിവന്ധ്യ മെത്രാന്മാരും എല്ലാവരും കൂടെ ഒക്കെ ആലോചിച്ച് അത് ചെയ്യുമല്ലേ. അതും കൂടെ ഒന്ന് ചെയ്തെങ്കിൽ ശരിയായിരുന്നു. മറ്റുള്ളവർക്ക് ആക്ഷേപിക്കല്ല. നമ്മളെ ഒന്നാം തരം പ്രാർത്ഥനകളാണ് ഇതൊക്കെ. ലുത്തീനിയയിൽ അതുപോലെ മറ്റ് ചിലതും വേണ്ടാത്ത ചില ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിഭാവുകത്വങ്ങൾ അതിലുണ്ട്. മാതാവ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരിടത്തും അതിഭാവുകത്വം മാതാവ് പ്രയോഗിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല, ഭാവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനു ചുമ്മാ മാതാവിനെ ഇങ്ങനെ വഷളാക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ചില പ്രയോഗങ്ങൾ, അതിനകത്തുള്ള ചില അതിഭാവുകത്വങ്ങൾ, അമിതമായ പുകഴ്ത്തലുകൾ, അതൊക്കെ മാറ്റണം. അതും ശരിയല്ല. അതൊക്കെ ചെയ്യാനുണ്ട്, ഉണ്ട്. പിന്നെ ഞാൻ പറയാനുള്ളത് വരപ്രസാദ നായികയല്ല, അതൊന്നുമല്ല. അതൊക്കെ ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടുന്നതാണ്. മാതാവിന് പിന്നെ അത് നമ്മൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുകയാണ് അതൊക്കെ കിട്ടണമെന്നല്ല. മാതാവ് പ്രസാദപര നായികയെന്നും നാഥയെന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതൊക്കെ തെറ്റാണ്. ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച് ഒരാൾ ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ദാനം കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് വേറെ ഒരാൾക്ക് ഒരു ഇച്ചിരി അതിൽ പങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്നെയാണോ പുകഴ്ത്തേണ്ടുന്നത്? ഞാനല്ല. ഞാൻ അങ്ങ് കൊടുത്തെന്നല്ല, വേറൊരാൾ എനിക്ക് തന്നു, ഉദാരമതിയെ തന്നു, ഞാൻ അതിൽ ഒരു പങ്ക് നിനക്കും തരും എന്നേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം മാതാവിനോട് വരപ്രസാദ നായിക ഇതിലൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് അങ്ങനെയല്ല. ഇതൊക്കെ തിരുത്താനുള്ള ഉള്ള സാധ്യതയാണ്, ഉള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ രൂപങ്ങളുണ്ടാക്കി ആരാധിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. ആരാധനയും വണക്കവും ഒന്നും ഏതാണെന്ന് തരം തിരിച്ചറിയാൻ വയ്യാത്ത ഈ
ജൽപ്പനങ്ങൾ ഇവരുടെയൊക്കെ ഈ രീതികൾ എന്തിനാണ് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയും മദ്രസ പൊട്ടന്മാരെന്ന് മറ്റുള്ളവരെ വിളിച്ച് ആക്ഷേപിക്കൽ ഉസ്താദുമാർ അത് അവർ പഠിപ്പിച്ച് വിടുന്ന കുറേ പേര് വന്നാണല്ലോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഇന്ന് ലോകത്ത്. അപ്പോൾ അതിന് പറഞ്ഞ പോലെ ഇങ്ങനോട്ട് ഇറങ്ങി വന്ന് അവർ സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറയും രൂപങ്ങളുണ്ടാക്കി, പൊതുവേ പറയുകയാണെങ്കിൽ രൂപങ്ങളുണ്ടാക്കി ആരാധിക്കുന്നു. എവിടെ രൂപങ്ങളുണ്ടാക്കി ആരാധിക്കുന്നത്? ഇപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ. പുറപ്പാട് 20-ാം അധ്യായം 3, 4, 5 അധ്യായങ്ങളിൽ വാക്യങ്ങളിൽ കർത്താവ് ദൈവം, പിതാവായ ദൈവം യഹോവ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ വേറെ രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത്, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാൻ തന്നെയാണ്, നിങ്ങൾ വേറെ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന്. അത് ഭൂമിക്ക് അടിയിലോ മുകളിലോ വെള്ളത്തിലോ വായുവിലോ അന്തരീക്ഷത്തിലോ ഉള്ളതിനെയൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നു. അപ്പോൾ അവിടെയും ദൈവത്തിന് പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ ഇതിന് പറയുന്നില്ല, അത് ഇൻഡയറക്റ്റായിട്ട് അത് അർത്ഥം വരുന്നുണ്ട്. നിങ്ങൾ നിഷേധിക്കുന്നത് കാരണം അവിടെയും നിങ്ങളെ തെറ്റിക്കുന്നത് സാത്താനാണ്. സാത്താൻ ഇതാണല്ലോ ജോലി, നുണയുടെ പിതാവുമാണ്. ഇനിയും പോരായിട്ട് നിയമാവർത്തനം 4-ാം അധ്യായം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളന്ന് അഗ്നിമധ്യേ ഒരു രൂപമൊന്നും കണ്ടില്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അവിടെ ശബ്ദം മാത്രം. അവിടെ പോയി എന്നിട്ട് 4-ാം അധ്യായത്തിൽ 12 ഇപ്പം പറഞ്ഞ 15, 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾ യാതൊന്നും ഉണ്ടാക്കരുത്. ഇനി വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതേ ദൈവം തന്നെയാണ് പറഞ്ഞത്. യെരുശലേം ദേവാലയത്തിൽ ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കൊത്തി വെച്ച് അതൊക്കെ നിങ്ങൾ ദേവാലയം അലങ്കരിക്കണം എന്ന്. അപ്പോൾ എന്താണ് ഇത്? ദൈവം തന്നെയാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞതും ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ വാക്യങ്ങൾ പറഞ്ഞതും പിന്നെ ഇതൊക്കെ പറഞ്ഞതുമൊക്കെ ദൈവം തന്നെയല്ലേ. പൊട്ടന്മാരെ, അതൊക്കെ പ്രിയ സഹോദരികളെ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. കത്തോലിക്കരെ കൂടുതൽ പഠിപ്പിക്കേണ്ട. പണ്ട് ചിലപ്പോൾ ശരിയാണ്, സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടായിരുന്നു ബൈബിള് വായിച്ച് വ്യാഖ്യാനിക്കാനും പഠിക്കാനില്ല. ഇപ്പോൾ എല്ലാവരും വായിച്ച് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കാൻ പഠിച്ചു. അവർക്ക് മാത്രമല്ല, അവർക്ക് പഠന കോഴ്സുകളെല്ലാവരും പങ്കെടുത്ത് പ്രശംസനീയമാം വിധം ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലെ തെറ്റുകൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്നിട്ട് എന്തുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു? നിങ്ങൾ പുതിയ നിയമത്തിലോട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗ്യം നോക്ക്. ഞങ്ങൾ കണ്ടു കേട്ടു, ഞങ്ങൾ തൊട്ടു സ്പർശിച്ചും അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ അതിനെ പിന്നെ കണ്ടെത്താതെ അതിനെ ഉണ്ടാക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കി മറ്റുള്ളവർക്കൂടെ കാണിച്ചു കൊടുക്കണം. അവർ കണ്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അവരന്ന് ഉണ്ടാക്കിയില്ലെന്ന് പറയുന്നു. അവർക്കതിൻ്റെ ആവശ്യമില്ല. അവരത് കണ്ടു കേട്ടു എല്ലാവരും അനുഭവിച്ച് എല്ലാം അതുപോലെ പറഞ്ഞു കൊടുത്തു. നമുക്കത് കാണുമ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങളായി, പിന്നെ സഹസ്രാബ്ദമായി, അപ്പം ശതാബ്ദങ്ങളും പോയിട്ട് സഹസ്രാബ്ദങ്ങളായി. അപ്പം മറ്റുള്ളവർക്ക് കാണിച്ചു കാണണം. അതിനെ ആരും ആരാധിക്കുന്നില്ല ദൈവത്തിന് മുൻപിൽ. അതിൻ്റെ മുൻപിലല്ല ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മളത് ഓർമ്മിക്കുകയാണ്, മറ്റുള്ളവർക്ക് അത് കണ്ട് കൂടുതൽ ഭക്തി തോന്നുന്നതിന് വേണ്ടിയാണ്. ഇനി വിശുദ്ധന്മാരുടെ രൂപങ്ങൾ നമുക്ക് ഇതുപോലെ കർത്താവിൽ മരിച്ച് നിദ്ര പ്രാപിച്ച് കർത്താവിനോടുകൂടി ആയിരിക്കുന്നവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവരും അത് വെച്ചിരിക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല. അവനെ കണ്ടമാനം അങ്ങ് വാരി വലിച്ച് ചന്തയിലെ പോലെ നിരത്തരുത്. പള്ളിയിൽ അങ്ങനെയൊന്നും വേണ്ട. അതിൻ്റെ അത്യാവശ്യത്തിനുള്ളത് മതി എന്ന് വയ്ക്കണം. നമ്മുടെ സഭയിൽ നിന്ന് ചെയ്യാവുന്നവർക്ക് അങ്ങനെയാണ്, സഭാധികാരികൾക്ക്. എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഇനിയും പറയാനുള്ളത്, ചിലർ ഉടമ്പടിയുടെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. ഉടമ്പടി ഉണ്ടാക്കുന്ന ചില ധ്യാന കേന്ദ്രങ്ങൾ ഉടമ്പടി ഉണ്ടാക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇനി ഞാൻ ഒരു ഓൺലൈൻ ഡെയിലി ദിനപത്രം ഉണ്ട്, ബ്ലെസൻ ജോൺ മലയിൽ നടത്തുന്നത്. അതിൽ ഞാൻ ഇപ്പോഴീന്ന് മെനിയാന്നും ഇന്നലെയായിട്ട് ഒക്കെ ഉള്ളത് വായിച്ചതാണ്. ഫിലിപ്പ് പി തോമസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ പറഞ്ഞിരുന്നത്, പാസ്റ്റർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്, ആൾക്കൂട്ടം സഭയല്ല, ഞായറാഴ്ച പരിപാടികളും ഒക്കെ എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നത്. എന്തുവാണ് ഇവിടെ നമ്മളെ ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ് അദ്ദേഹം. ആൾക്കൂട്ടം സഭയല്ല, അവിടെ ആളുകൾ ഒരുപാട് പേര്
നമുക്ക് ശരിയാണ് ഉണ്ട്, അംഗസംഖ്യയുണ്ട്. ഞങ്ങൾ അത് സഭയാണ്, ആൾക്കൂട്ടം ചേർന്ന സഭ. നിങ്ങൾ എവിടുന്ന് പഠിച്ചതാ പാസ്റ്റർ ഇതൊക്കെ? ആൾക്കൂട്ടമാ സഭ, അല്ലാതെ വേറെ ഒന്നും കൊത്തി വെച്ച് സഭയെന്നും പറഞ്ഞിട്ട് വലിയ ഒരു എന്തോന്ന് പണിഞ്ഞ് വെച്ചിരിക്കുകയല്ല. വലിയ മണ്ഡപങ്ങളും കാര്യങ്ങളും വലിയ നിർമ്മാണം കൺസ്ട്രക്ഷനൊന്നും അല്ല. കൺസ്ട്രക്ഷൻ മനുഷ്യരെ കൊണ്ടാണ്, അവരുടെ ഹൃദയം കൊണ്ടാണ്. ആൾക്കൂട്ടം സഭ തന്നെയാണ്. ഞായറാഴ്ച പരിപാടികളെന്ന് പറയാൻ നിങ്ങൾക്ക് പരിപാടികളാണ്, ഞങ്ങൾക്ക് അത് നിങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾക്ക് പരിപാടികളല്ല, ആരാധനയാണ്. വിശുദ്ധ കുർബാനയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാത്താൻ്റെ കാര്യമൊക്കെ, അതൊക്കെ സാത്താൻ കുർബാനയുടെ കാര്യം. ഇനിയും അതുകൊണ്ട് ഞങ്ങളുടെ സാത്താനെ അറിയാൻ ഞങ്ങളുടെ കുർബാനയാണ് കുർബാനയെന്ന് അതില്ലാതാക്കാൻ നിങ്ങളെപ്പോലുള്ളവരെ അവർ ഉപയോഗിക്കുന്നു. അതിനുള്ള തർക്ക മറുപടി ഞാനിപ്പോൾ പറയാനും എനിക്ക് സമയമില്ല. അപ്പം കത്തോലിക്കരുടെ ആരാധനയാണ് സാത്താന് മുടക്കാൻ നോക്കേണ്ടുന്നത്. കാരണം അതാണ് ആരാധന, ദൈവാരാധന. പിന്നെ ഒരു സഹോദരി ഷീല എന്നിട്ടാണ് ഞാൻ പേര് മറന്നുപോയി, അവർ പറയുന്നുണ്ട് പുരോഹിതരും മറ്റു മെത്രാന്മാരും എല്ലാവരും പറഞ്ഞ് കണ്ണുമടച്ച്, ഇതുവരെ പാപ്പാമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം കണ്ണുമടച്ച് അങ്ങ് വിഴുങ്ങി പറയുകയാണ്. ഇതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് കത്തോലിക്കർക്ക് ബൈബിൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, പറയാൻ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞത്. സഹോദരി, ഇതൊക്കെ പറയുന്നത് പൊട്ട തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള മദ്രസകളിലെ ആ രീതികളാണ് നിങ്ങളെ സഹോദരി പറയുന്നത്. ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം നിങ്ങളെ നടത്തിയിരിക്കുകയാണ് സാത്താൻ, അവരെ കൊണ്ട് നടത്തിച്ചിരിക്കുക. അത് തന്നെ ഏറ്റു പറയുന്നു. ഇനി നിങ്ങൾ പറയുന്നുണ്ട് വേറെ പുസ്തകങ്ങൾ, ഈ പാസ്റ്റർ ഫിലിപ്പ് വി തോമസ് പറയുന്നുണ്ട് ബൈബിളിൽ കത്തോലിക്കർ കുറേ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തെന്ന്. പ്രിയപ്പെട്ട സഹോദര, അത് നിങ്ങൾക്കറിയാമല്ലോ, ജാമിയ കൗൺസിൽ ആദ്യത്തെ നൂറ്റാണ്ടിലാണ് കൂടിയത്. അന്ന് ജനസംഖ്യ വർദ്ധിക്കുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് മറ്റു മതങ്ങളിൽ നിന്ന് യഹൂദമതത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ചേരുന്നുണ്ട്. അത് സംഭ്രാന്തരായ യഹൂദർ, തീവ്രവാദികൾ, ക്രിസ്തീയ വിരോധത്തിൽ തീവ്രവാദമായവർ ഒന്നിച്ചുകൂടി ജാമിയ കൗൺസിലിൽ നമ്മളും അവർക്കും തമ്മിലൊരു വ്യത്യാസം വേണം, അല്ലെങ്കിൽ നമ്മളെയും അവരും ഒന്നാണെന്ന് എല്ലാവരും വിചാരിക്കും. അതുകൊണ്ട് അതിൽ തെറ്റില്ലെന്ന് ജനങ്ങൾ വിചാരിച്ച് അങ്ങോട്ടങ്ങ് പോകും. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പോയേക്കും. അതുകൊണ്ട് നമുക്കൊരു വ്യത്യാസം വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ബൈബിളിലെ 7 പുസ്തകങ്ങൾ അവരെ അന്ന് മാറ്റിയത്. പക്ഷേ ബൈബിൾ അന്ന് മുതലുണ്ടായ 7 പുസ്തകങ്ങളും ഇപ്പോഴും ഇനി വരെയും ഉണ്ട്. ഇവിടെ കത്തോലിക്ക സഭയിലാണുള്ളത്, വേറൊരിടത്തുമില്ല. നിങ്ങളുടെ അപ്പൂപ്പന്മാരൊക്കെ പിരിഞ്ഞത് ഞാൻ പറഞ്ഞ 1500-കൾ, പിന്നെ 1400-കൾ, 500-കൾ ഒക്കെയാണ്. പിന്നെ നിങ്ങളിപ്പം പെന്തിക്കോസ് വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ 300 വർഷം പോലും കഴിഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ ഒതുക്കി വെച്ച് ക്രിസ്തീയ തീവ്ര വിരോധികൾ ഉണ്ടാക്കിയ ബൈബിളാണ് ഇന്നിപ്പം നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് സ്വീകരിച്ചത്. അന്ന് ആദിമസഭയിൽ ആംഗ്ലിക്കൻ ചർച്ചിലും, പിന്നെ ആംഗ്ലിക്കൻ ചർച്ചുകാരെ ആദ്യമൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ലൂതറും ഒക്കെ വന്ന് ഏകദേശം അതൊക്കെ ആ സമയത്തൊക്കെ ഉള്ളൂ പിന്നെ ബൈബിളിൽ മാറ്റം വരുത്തിയത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അവരുടെ ക്രിസ്തു വിരോധികളുടെ ബൈബിൾ അങ്ങ് സ്വീകരിച്ചു, ക്രിസ്തീയ വിരോധികളുടെ ബൈബിൾ സ്വീകരിച്ചു. അത് നിങ്ങളും ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളും അങ്ങ് സ്വീകരിച്ചു, നിങ്ങളെ പിറവി എടുത്തപ്പോൾ. ഞങ്ങൾക്ക് അന്നും ഇന്നും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ബൈബിൾ ഉണ്ടായത് കത്തോലിക്ക സഭയിലാണ്, നിങ്ങളുടെ ഒരു സഭയിലെ കൂട്ടായ്മകളൊന്നുമല്ല. അത് സഹോദരന്മാർ പാസ്റ്റർ ഫിലിപ്പ് തോമസും പിന്നെ സജീവ് വർഗീസ് മണിയാർ, ഇദ്ദേഹമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇദ്ദേഹമൊക്കെയാണ് ഇതൊക്കെ കൂടുതൽ പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ അവരാരും പറയുന്നത് ഏറ്റു പറയാനില്ല. അന്ന് പിന്നെ പഠിച്ചിട്ടില്ല, കാര്യം ശരിയാണ്. അതിന് മുൻപ് ബൈബിളെല്ലാവരും പറയുന്നത് വ്യാഖ്യാനിച്ച് തരുന്നതും കേൾക്കുന്നു പുരോഹിതരും അറിയാവുന്നവരും. ഇന്നിപ്പോൾ എല്ലാവരും അങ്ങ് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് അനാവശ്യം പറഞ്ഞൊന്നും ആരെയും പറ്റിക്കാനൊന്നും പറ്റത്തില്ല. കത്തോലിക്കരായിട്ടുള്ളവരോട് നിങ്ങളുടെ ആളുകളെ നിങ്ങളിങ്ങനെ പറ്റിച്ച് എന്ന് സാത്താൻ്റെ വലയിലിട്ടിരിക്കുന്നു. നിങ്ങളൊരു കാര്യം കൂടെ നിങ്ങൾ മറന്നു പോകുന്നു. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ 13, 14, 15 വാക്യങ്ങളും കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളകത്ത് കയറത്തില്ല സ്വർഗ്ഗരാജ്യത്തിനകത്ത്. നിങ്ങൾ വാതിൽ പിന്നെ കയറാൻ വരുന്നവരുടെ പുറകെ അടച്ചിട്ടും കൊണ്ട് നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്, അന്നത്തെ ഫരിസേയരുടെയും ശാസ്ത്രികളുടെയും പോലെ. ഇനി അതുപോലെ വിശുദ്ധ പൗലോസ്ലീഹായും പറയുന്നുണ്ട്. 2 കോരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിക്കണേ ദയവേത്. അവിടെ നിങ്ങൾ വായിച്ചിട്ട് അത് ഞാനിപ്പം വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അതും കൂടെ വായിച്ചാൽ നിങ്ങളുടെ തനി പകർപ്പ് അന്ന് പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ ദർശനമാണ് ഇങ്ങനെ നിങ്ങൾ കാലാകാലങ്ങൾ ഇതുപോലുള്ളവരുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതും കൂടെ വായിക്കണം.
ഇനി പാസ്റ്റർ സജി വർഗീസ് മണിയാർ ആണ് കത്തോലിക്ക മതം ഉണ്ടായെന്ന് പിന്നീട് രൂപപ്പെട്ടു എന്ന് പറയുന്നു ക്രിസ്തീയ സഭയിൽ നിന്ന്. ചരിത്രം പഠിക്കൂ എൻ്റെ മണിയാർ പാസ്റ്ററെ. നിങ്ങൾക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ, ABCD അറിഞ്ഞുകൂടാ ചരിത്രം. അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരായിട്ട് ഈ ഉസ്താദുമാരുടെ നിന്ന് കിട്ടിയ പൊട്ടത്തരമൊന്നും മറ്റവർ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ ഇതുപോലെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മൾ ലജ്ജിക്കണം ഇന്ന് പരിഷ്കൃത സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ പറയാനായിട്ട് കേട്ടോ. നിങ്ങളുടെ ഭാഷയിൽ നമുക്ക് പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും സത്യമറിയാനായിട്ട് നിങ്ങളെ വേർതിരിച്ചെടുക്കട്ടെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഇനിയുമുണ്ട് ചില കാര്യങ്ങൾ, അത് നമുക്കിനി അവസരം പോലെ ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.